സ്പേസ് റോക്ക് റിസോർട്ടിൻ്റെ മാനേജർ സൈഫുദ്ദീൻ. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അതല്ലേ, വെക്കേഷനൊക്കെ നല്ല തിരക്കായിരുന്നു. എന്തൊക്കെയുണ്ട് ഇവിടെ? എത്ര പേർക്ക് താമസിക്കാൻ പറ്റും? നമുക്ക് മാക്സിമം ഒരു 35 പേർക്ക് താമസിക്കാം. എന്തൊക്കെ കൊടുക്കും ഫുഡ്? സ്വിമ്മിങ് നമുക്ക് പിന്നെ എല്ലാ ഫുഡും നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി നമ്മൾ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മറ്റേ സ്വിമ്മിങ് ഡിന്നറൊക്കെ നമുക്ക് അവരവരെ ടേസ്റ്റിനനുസരിച്ച്. അതല്ലേ. പിന്നെ ഇത് എത്ര ഏക്കർ ഉണ്ട് സ്ഥലം? ഇത് ടോട്ടൽ 6 ഏക്കർ ഉണ്ട്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, വാട്ടർഫോള്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ, കേവ്, ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട് ഒക്കെ ഉണ്ട്. ഇതൊരു അഡ്വഞ്ചർ റിസോർട്ട് അല്ലേ? അത് ശരി. ഓക്കെ. അതിനൊരു തെളിവായിട്ട് പറയുന്നതാണ് ഈ ഒരു ഗ്രൗണ്ട്. ഓക്കെ ഓക്കെ. ഇത് രണ്ടായി ഉൽക്ക വർഷിച്ചപ്പോൾ രണ്ടായി പിളർന്ന പാറ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി ഭാഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പിളർന്നപ്പോൾ അതിൻ്റെ ഒരു ഹാഫ്. അല്ല, ഉൽക്ക വർഷിച്ചപ്പോൾ ഉണ്ടായ പാറ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോർഷനാണിത്. അതിനെ ബന്ധിപ്പിക്കുന്ന രീതികളിൽ ഒരു രണ്ട് പാറയുടെ ഇടയിലാണുള്ളത്. കണ്ടോ? രണ്ട് പാറ ഇങ്ങനെ അങ്ങനെ എന്താ പറയേണ്ടത്, പിളർത്തി വെച്ച പോലത്തെ രണ്ട്. ഓക്കെ, ഒരു പാറേൻ്റെ മധ്യഭാഗമാണ് ഇത് കേട്ടോ. രണ്ട് പാറയായി. ഞാനിപ്പോൾ പോകുന്നതിൻ്റെ മധ്യഭാഗത്തൂടെ വയനാട്ടിലുള്ള കണ്ട രണ്ട് കൂറ്റൻ പാറ. രണ്ട് പാറ ഇങ്ങനെ പിളർന്നതായിട്ടാണ് തോന്നുന്നത്, ഒരേപോലെ. കലോറി ബേൺ ആയിട്ടുണ്ട് ശരിക്കും. ഇനി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പാറനെ രണ്ട് കഷണാക്കി വെച്ച പോലെ നോക്കിയേ. ഒരു പാറ രണ്ട് കഷണം പിളർത്തി വെച്ച പോലെയാണ് ഇതുള്ളത്. എന്ത് പ്രകൃതിയുടെ സുന്ദരമായ അത്ഭുതം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനുള്ള സ്ഥലം. എന്താ മധ്യത്തിലൂടെ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലേക്ക് പോകുന്നതാണേ. സ്റ്റെപ്പുകൾ, പാറകളുടെ ഒരു കളിയാണ്. പാറേനെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഓടി പോവാതിരിക്കാനാ. ഓക്കെ, സാറിൻ്റെ പേര്? ഷെയ്ഫുദ്ദീൻ. ഓക്കെ, പ്ലേസ് എവിടെയാണ് കറക്റ്റ്? കണ്ണൂരാണ്. ഇത് എത്ര കാലമായി ഈ ബിസിനസ്? ഓക്കെ, എങ്ങനെയുണ്ട് ഒക്കേഷനിൽ ബിസിനസ് എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നു പോകുവാന്ന്. താഴേക്ക് നോക്കിയാൽ നടക്കാൻ പേടിയാവൂലേ? ഓക്കെ, ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ പോന്ന്. അവിടെ ഒരു മങ്കി നമ്മുടെ പൂർവികരാണ്. ഹായ് സലാം. സാധ്യത സാറേ ആ ചെറിയ ബാഗ്. അയ്യോ, ലക്ഷ്യമാണ് വരുന്നത്.
ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. വാ, വയനാടിൻ്റെ ഭംഗി നോക്കപ്പ. ഇതാ ഈ സ്പേസ് റോക്ക് റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ കൽപ്പറ്റ മുഴുവൻ കാണാൻ പറ്റുമേ. അയ്യ നോക്കിയേ, എന്ത് ഭംഗി. എന്താ ഭംഗി. എനിക്ക് താഴോട്ട് നോക്കാൻ തോന്നുന്നു, പക്ഷെ ഇവിടുത്തെ നോക്കുമ്പോൾ പ്രശ്നമില്ല. അവിടെ അല്ലേ വൻ നഷ്ടം. ഇവിടെ ആകെയുള്ള വൈബ് ഇതാണ്. നാടിൻ്റെ വന്യമായ സൗന്ദര്യം, വന്യ സൗന്ദര്യം എന്ന് പറയണം, വന്യമായ സൗന്ദര്യം. എത്ര മലകൾ, മലമടക്കുകൾ കൽപ്പറ്റയുടെ. അതുപോലെ താഴെയുള്ള വീടുകൾ, വനങ്ങൾ. ഓ എന്തൊരു ഭംഗി. സൂപ്പർ.